നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം. ദുരന്ത സ്ഥലത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കും. 27 മൃതദേഹങ്ങളും 107 ശരീരഭാഗങ്ങളും ഇന്ന് സംസ്കരിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3.3 മില്ലിമീറ്റർ മഴ ലഭിച്ചു. മഴയ്ക്ക് ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയാത്തതിനാൽ 52 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3219 കുടുംബങ്ങളാണ് കഴിയുന്നത്. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ സ്കൂളുകൾ വീണ്ടും സജീവമായി. ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി തുടരും. വടക്കാഞ്ചേരി തെക്കുംകരയിൽ വീട് ഭാഗികമായി തകർന്നു. മുന്നംപറമ്പ് മേപ്പാടത്ത് പയ്യപ്പാടൻ കുമാരിയുടെ വീടാണ് തകർന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ ആളപായമില്ല. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പീച്ചി ഡാം തുറന്നു വിട്ടതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂരിൽ വെള്ളപ്പൊക്കത്തിനിരയായവർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഡാം മാനേജ്മെന്റിൽ പറ്റിയ വീഴ്ചയാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്നും സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ കെ രാജൻ തികഞ്ഞ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതെന്ന് മെമ്പർമാർ. പീച്ചി ഡാം പൂർണ്ണമായും തുറന്നുവിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി മൂർക്കനിക്കര നിവാസികൾ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബുധനാഴ്ച ധർണ നടത്തും. ആത്മഹത്യ ചെയ്ത ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയൻ തൊഴിലാളികൾ ധർണ നടത്തി. തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൌസിന് മുൻപിൽ നടന്ന ധർണ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തെ കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും അതിഥി തൊഴിലാളിയുമായ അന്താനുഷ് എക്കെയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച അമൃത TV തൃശൂർ ബ്യൂറോ ക്യാമറാമാൻ PV അയ്യപ്പന്റെ ഭൌതിക ശരീരം പ്രസ് ക്ലബ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MB വിനീത, കേരള മീഡിയ അക്കാദമിക് വൈസ് ചെയർമാൻ ES സുഭാഷ്, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് O രാധിക തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വയനാടിന് കൈത്താങ്ങായി ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. വയനാടിന് കൈത്താങ്ങായി കോർപ്പറേഷൻ മേയറുടെ 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും ഉൾപ്പെടെ 50,000 രൂപയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാനായി 10 സെന്റ് സ്ഥലം നൽകാൻ സന്നദ്ധരായി ദമ്പതികൾ. പറപ്പൂർ കടാംതോടിനു സമീപം താമസിക്കുന്ന ചിറ്റിലപ്പള്ളി കുന്നത്ത് ആന്റണിയും ഭാര്യ റിട്ടയേർഡ് സ്കൂൾ അധ്യാപികയായ ഷാജി മോളുമാണ് സ്ഥലം നൽകാനുള്ള സാക്ഷ്യപത്രം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് കൈമാറിയത്. തീരാനോവായ വയനാട് ദുരന്തവും ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയും തന്റെ കർമ്മ മേഖലയുടെ അനുശോചനം അറിയിക്കുകയാണ് ഫാഷൻ ഡിസൈനറും വിദ്യാർത്ഥിനിയുമായ എരുമപ്പെട്ടി സ്വദേശി അഞ്ജന. തുണിയിലും ടാർപ്പായയിലും അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടലിന്റെയും അർജുന്റെയും ചിത്രം വരച്ച് ധരിച്ചാണ് അഞ്ജന ദുഃഖത്തിൽ പങ്കുചേർന്നത്. കീഴ്പുള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. കുട്ടി ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി 5 വയസ്സുകാരൻ വർണവ്. അച്ചമ്മ ലതയാണ് വർണവിന്റെ ആഗ്രഹം പെരിങ്ങോട്ടുകരയിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികളെ അറിയിച്ചത്. ഭാരവാഹികൾ വീട്ടിലെത്തി തുക ഏറ്റുവാങ്ങി.
കുടുക്കയിൽ സ്വരുക്കൂട്ടിയ തന്റെ സമ്പാദ്യം വയനാട് ദുരിതബാധിതർക്ക് കൈമാറി ചന്ദ്രാപിന്നി ചിറയ്ക്കൽ മമ്പ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് യാസിൻ മാതൃകയായി. കുടുക്കയിലെ പണം മദ്രസ അധികൃതർക്ക് വിദ്യാർത്ഥി കൈമാറി. മങ്ങാട് സെയിന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക ദിനാഘോഷ പരിപാടികൾ ഈ മാസം 25-ന് സമാപിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ CDS ചെയർപേഴ്സൺ വത്സല ഉണ്ണികൃഷ്ണന്റെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പുല്ലൂറ്റ് റാഹത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കയ്പമംഗലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പിൽ ബാസി ജന്മശതാബ്ദി സ്മരണ സംഘടിപ്പിച്ചു. സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി TA ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ കർമ്മലമാത ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ ദർശന തിരുനാളിന് കൊടിയേറി. അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കോഞ്ഞിക്കര കൊടിയേറ്റം നിർവഹിച്ചു. 14, 15 തീയതികളിലാണ് തിരുനാൾ. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മരുതയൂർ ഡിവിഷനിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെയും ആദരിച്ചു. മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ മണ്ണിടിച്ചിലിന്റെ ഭീഷണിയെ തുടർന്ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ താൽക്കാലികമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രാതൽ ഭക്ഷണം നൽകി. സെൻട്രൽ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് K മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം നൽകിയത്. അന്നമനട വെണ്ണൂർ പാടത്ത് ബസ് അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് പരിക്കേറ്റു. എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുമ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടിയെടുത്ത കുഴിയിൽ ബസ് താഴുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പാവറട്ടി കാക്കശ്ശേരി വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രീനിൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസഹായം നൽകി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടികയാണ് 25,000 രൂപയുടെ ധനസഹായം കളക്ടർക്ക് കൈമാറിയത്. രാമായണ മാസത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ ആയില്യപൂജ നടന്നു. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വയനാട് ദുരന്തത്തിനിരയായ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് ചീനിക്കാസ് ഗ്രൂപ്പിന്റെ കാരുണ്യയാത്ര നടത്തും. തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓടുന്ന ചീനിക്കാസ് ഗ്രൂപ്പിന്റെ 30 സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെയും നാളത്തെയും മുഴുവൻ കളക്ഷനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ തോൽവിയെ സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ KPCCക്ക് കൈമാറും. സംഘടനാ പ്രശ്നങ്ങളാണ് തൃശൂരിലെയും ആലത്തൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ സൂചന. ഷോളയാറിൽ കൊമ്പൻ കബാലി ചാലക്കുടി ഡെപ്യൂട്ടി തഹസിൽദാരുടെ വാഹനം ആക്രമിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ MG രഞ്ജിത് കുമാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഷോളയാർ ഡാമിന്റെ പെൻസ്ട്രോക്ക് പൈപ്പിനടുത്ത് വച്ചായിരുന്നു സംഭവം. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുക്കയിലെ തുക നൽകി വിദ്യാർത്ഥിനി. പള്ളിപ്പാടം ദാറുൽ ഉലൂം മദ്രസയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷിഫയാണ് 1 വർഷമായി ശേഖരിച്ചുകൊണ്ടിരുന്ന കുടുക്കയിലെ തുക സമസ്തയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. ഖത്തർ പെരിങ്ങോട്ടുകര മുസ്ലിം റിലീഫ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം പെരിങ്ങോട്ടുകര മഹല്ല് ഖത്തീബ് ഷഗീർ ഫൈസി നിർവഹിച്ചു. റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായി. വടക്കാഞ്ചേരിയിൽ ഇരട്ടക്കുളങ്ങര മണ്ണിടിഞ്ഞ് നാശനഷ്ടം വന്ന വീടുകളും കുടുംബങ്ങളെയും BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാർ സന്ദർശിച്ചു. മാരാത്തുകുന്ന് റോഡിലെ അകമല പ്രദേശവും വെള്ളം കയറി നശിച്ച വ്യാപാര സ്ഥാപനങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ജൂലൈ മാസത്തെ ശമ്പളമാണ് കളക്ടർ നൽകിയത്.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.